Hi dears, welcome back to my YouTube channel. ഇതൊരു ക്രിസ്മസ് ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഒരു സ്കിൻ കളറിലുള്ള ഒരു ബനിയൻ ക്ലോത്ത് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിലൊന്ന് ഇതുപോലെ ഒന്ന് സൂചി നൂല് വെച്ചിട്ടൊന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിന്ന് ചെയ്യുന്നത് ക്രിസ്മസ് പാപ്പയുടെ ഫേസ് ആണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന തുണി ഇതുപോലെ ഒന്ന് തുന്നിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കോട്ടൺ എടുത്തിട്ട് ഈ തുണിയുടെ അകത്ത് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കോട്ടന് പകരം വേറെ എന്തെങ്കിലും വേസ്റ്റ് ക്ലോത്ത് എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. കോട്ടൺ നന്നായിട്ട് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് നൂലൊന്ന് പിടിച്ച് വലിച്ച് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ളതിന് നൂലൊന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. ക്രിസ്മസ് പാപ്പയുടെ ഫേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. നോസിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു ബണ്ണ് പോലെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ഒരു ചെക്ക് കളറിലുള്ള ഒരു ക്ലോത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് വൈറ്റ് ലേസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൈകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ ഒന്ന് നല്ല വശം അകത്തോട്ട് മടക്കി ഒന്ന് കോണാക്കി ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കണം. നമ്മൾ ക്രിസ്മസ് പാപ്പയുടെ തൊപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അങ്ങനെ റണ്ണർ സ്റ്റിച്ച് ഇട്ട് നമ്മളിത് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് കെട്ടിട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് മറിച്ചിടണം. അപ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ തൊപ്പിയുടെ ഷേപ്പിൽ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കോട്ടൺ ഇതിനകത്ത് നിറച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തൊപ്പിയുടെ ഉള്ളിലോട്ട് നന്നായിട്ട് കോട്ടൺ എത്താനായിട്ട് നമ്മളൊന്ന് സിസർ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ടൊരു ചെറിയൊരു കോട്ടൺ എടുത്തിട്ട് ചെറിയൊരു ബോളായിട്ടൊന്ന് ഉരുട്ടെടുത്തിട്ടുണ്ട്. ഇനി തൊപ്പിയുടെ സൈഡ് ഇതുപോലെ മുകൾ വശത്തൊന്ന് ചെറുതായിട്ടൊന്ന് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വലിച്ചെടുക്കുന്നുണ്ട്. മുകൾ വശം ഒന്ന് ചെറുതായിട്ടൊന്ന് വളഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ ഫോം ഷീറ്റാണ് വേണ്ടത്. അതിനകത്തോണ്ട് ഞാൻ സിൽവർ കളർ ഫോം ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ മറുവശത്ത് ഇതുപോലെ ഒന്ന് പാറ്റേൺ ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്മസ് പാപ്പയുടെ മീശയും അതുപോലെ തന്നെ താടിയും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിരുന്ന തൊപ്പിലോട്ട് നമ്മൾ ഫേസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ആ വലിയ ബണ്ണ് നമ്മൾ ഒട്ടിച്ച് കൊടുത്തു. എന്നിട്ട് തൊപ്പിയുടെ അറ്റത്ത് ചെറിയൊരു കോട്ടൻ്റെ ബോൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പഞ്ഞി എടുത്തിട്ട് ഇതുപോലെ നമ്മൾ താടിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന പീസിന് മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കോട്ടൺ അതിന് മുകളിൽ ഒന്ന് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മീശയാണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്ന കട്ടിങ്ങിന് മുകളിലായിട്ട് നമ്മൾ പശ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ കോട്ടൺ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ താടിയും നന്നായിട്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫേസിലോട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ താടി ഫേസിലോട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇനി മീശയും ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി സെൻട്രലായിട്ട് നമ്മൾ നോസ് വെച്ച് കൊടുത്തു. ഇനി ലിപ്പിന് കളർ കൊടുക്കണം. ഫസ്റ്റ് ഞാൻ അതിന് വേണ്ടിയിട്ട് സ്കെച്ച് പെൻ വെച്ച് കളർ ചെയ്ത് കൊടുക്കാൻ നോക്കി. പക്ഷെ അത് അത്ര സക്സസ് ആയില്ല. ഇനി ഞാൻ ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് 2 കണ്ണാണ് ആദ്യം ചെയ്ത് കൊടുത്തത്. അതിനുശേഷം റെഡ് കളർ ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് ലിപ്പിന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ ഫേസിനായിട്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് കോട്ടണൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കണ്ണിനും 2 ഡോട്ട്സ് വൈറ്റ് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പിങ്ക് കളർ ലിപ്സ്റ്റിക് എടുത്തിട്ട് ഒരു ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫേസിൽ. ഞാൻ ബ്ലഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക്. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണേ.
അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.